ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ്റർനെറ്റിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ ഡി വിൻഡൻ സർഫ് ആണ്. ഇൻ്റർനെറ്റിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? വിൻഡൻ സർഫ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സാഹസികനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ബാബർ ആണ്. സാഹസികനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ആരാണ്? ബാബർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്രഹം ഏത്? ഓപ്ഷൻ എ വ്യാഴമാണ്. റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. നാലാമത്തെ ക്വസ്റ്റ്യൻ, കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ എ മൊയ്യാരത്ത് ശങ്കരനാണ്. കെ കേളപ്പൻ അറസ്റ്റ് വരിച്ചതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഏത് ഹോർമോണാണ് രാത്രിയിലുള്ള ഗാഠനിദ്രയ്ക്ക് സഹായിക്കുന്നത്? ഓപ്ഷൻ ഡി മെലാട്ടോണിനാണ്. രാത്രിയിലുള്ള ഗാഠനിദ്രയ്ക്ക് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാട്ടോണിൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ, പാവപ്പെട്ടവൻ്റെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം ഏത്? ഓപ്ഷൻ സി ഓട്ടൻ തുള്ളലാണ്. പാവപ്പെട്ടവൻ്റെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപമാണ് ഓട്ടൻ തുള്ളൽ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പനാണ്. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരള നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി വൈകുണ്ഠ സ്വാമികളാണ്. കേരള നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി എന്നറിയപ്പെടുന്നത് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നതെന്ന്? ഓപ്ഷൻ സി 2002 ജാനുവരി 26 ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നതെന്നാണ്. 2002 ജാനുവരി 26. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 5ാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ ബി റോളിംഗ് പ്ലാൻ ആണ്. 5ാം പഞ്ചവത്സര പദ്ധതി ഇടയ്ക്ക് വെച്ച് നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് റോളിംഗ് പ്ലാൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ, കേരള ബാങ്കിൻ്റെ ആദ്യ CEO ആര്? ഓപ്ഷൻ ഡി PS രാജനാണ്. കേരള ബാങ്കിൻ്റെ ആദ്യ CEO ആരാണ്? PS രാജൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ ശബ്ദ സിനിമ ഏതായിരുന്നു? ഓപ്ഷൻ എ ആലം ആറയായിരുന്നു. ഇന്ത്യയിലെ ആദ്യ ശബ്ദ സിനിമയായിരുന്നു ആലം ആറ. 13ാമത്തെ ക്വസ്റ്റ്യൻ, 1857 വിപ്ലവത്തെ ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ ഡി RC മജൂംദാർ ആണ്. 1857 വിപ്ലവത്തെ ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് RC മജൂംദാർ. 14ാമത്തെ ക്വസ്റ്റ്യൻ, പേശികളില്ലാത്ത ഏക അവയവം ഏത്? ഓപ്ഷൻ ഡി ശ്വാസകോശമാണ്. പേശികളില്ലാത്ത ഏക അവയവമാണ് ശ്വാസകോശം. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന് പേര് ലഭിച്ച വർഷമേത്? ഓപ്ഷൻ സി 1957 ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് ലഭിച്ച വർഷമാണ് 1957. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം ഏർപ്പെടുത്തിയ വർഷം? ഓപ്ഷൻ ബി 1972 ഇന്ത്യയിൽ പിൻകോഡ് സമ്പ്രദായം ഏർപ്പെടുത്തിയ വർഷമാണ് 1972. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏത്? ഓപ്ഷൻ ഡി ഇപ്പോൾ ലഡാക്ക് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. 18ാമത്തെ ക്വസ്റ്റ്യൻ, കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ ഡി ആഗമാനന്ദ സ്വാമികളാണ്. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആഗമാനന്ദ സ്വാമികൾ. 19ാമത്തെ ക്വസ്റ്റ്യൻ, കൊയാലി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത്? ഓപ്ഷൻ സി ഗുജറാത്തിലാണ്. കൊയാലി എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ടൈഫോയിഡ് ബാധിക്കുന്ന ശരീരഭാഗം ഏത്? ഓപ്ഷൻ ബി കുടലിനെയാണ്. ടൈഫോയിഡ് ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്?
കുടൽ. 21ാമത്തെ ക്വസ്റ്റ്യൻ. ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി G.P. പിള്ളയാണ് ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? G.P. പിള്ള. 22ാമത്തെ ക്വസ്റ്റ്യൻ. 1857 വിപ്ലവത്തെ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു ആണ് 1857 വിപ്ലവത്തെ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏത്? ഓപ്ഷൻ ഡി ജുനഗഡാണ് ജനഹിത പരിശോധന വഴി റഫറൻഡം വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് ജുനഗഡ്. 24ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ ബി ടാഗോറാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. 25ാമത്തെ ക്വസ്റ്റ്യൻ. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന അനുച്ഛേദം ഏത്? ഓപ്ഷൻ ബി 22ാം അനുച്ഛേദമാണ്. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 22. 26ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്യവയോധിക എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ആനി ബസന്റ് ആണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? ആനി ബസന്റ്. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ആദ്യ സിമൻറ്റ് നിർമ്മാണശാല ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻ ഡി ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യ സിമൻറ്റ് നിർമ്മാണശാല ആരംഭിച്ചത് എവിടെയാണ്? ചെന്നൈയിൽ. 28ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യ തപാൽ സ്റ്റാമ്പ് സിന്ധ് ഡാക്ക് പുറത്തിറക്കിയ വർഷമേത്? ഓപ്ഷൻ എ 1852 ഇന്ത്യയിലെ ആദ്യ തപാൽ സ്റ്റാമ്പായ സിന്ധ് ഡാക്ക് പുറത്തിറക്കിയ വർഷമാണ് 1852. 29ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? ഓപ്ഷൻ ബി NH44 ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് NH44. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ വടക്കേ അറ്റമായ ഇന്ദിര കോൾ സ്ഥിതി ചെയ്യുന്ന മലനിര ഏത്? ഓപ്ഷൻ ഡി കാരക്കോറം മലനിരകളിലാണ് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റമായ ഇന്ദിര കോൾ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് കാരക്കോറം മലനിരകൾ. 31ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏത്? ഓപ്ഷൻ സി കണ്ണൂർ ജില്ലയ്ക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ളത് കണ്ണൂർ ജില്ലയിൽ. 32ാമത്തെ ക്വസ്റ്റ്യൻ. പരേഷ്നാഥ് കുന്നുകൾ ഏതു പീഠഭൂമിയുടെ ഭാഗമാണ്? ഓപ്ഷൻ ബി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമാണ് പരേഷ്നാഥ് കുന്നുകൾ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് പരേഷ്നാഥ് കുന്നുകൾ. 33ാമത്തെ ക്വസ്റ്റ്യൻ. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി ഏത്? ഓപ്ഷൻ ഡി ദാമോദർ നദിയാണ് ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ നദി. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ എത്രാമത് കടുവാ സങ്കേതമാണ് പെരിയാർ കടുവാ സങ്കേതം? ഓപ്ഷൻ സി ഇന്ത്യയിലെ 10ാമത് കടുവാ സങ്കേതമാണ് പെരിയാർ കടുവാ സങ്കേതം. ഇന്ത്യയിലെ 10ാമത് കടുവാ സങ്കേതമാണ്. കേരളത്തിലെ 1ാമത്തെ കടുവാ സങ്കേതമാണ് പെരിയാർ കടുവാ സങ്കേതം, ഇന്ത്യയിലെ 10ാമതും. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ശ്രീമൂലവാസം ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്ന ജില്ല ഏത്? ഓപ്ഷൻ ഡി ആലപ്പുഴ ജില്ലയിലാണ് ശ്രീമൂലവാസം ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്ന ജില്ലയാണ് ആലപ്പുഴ ജില്ല. 36ാമത്തെ ക്വസ്റ്റ്യൻ. മേലേപ്പാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത്? ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശിലാണ് മേലേപ്പാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏത്? ഓപ്ഷൻ സി താപ്തി നദിയാണ് ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് താപ്തി നദി. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി നർമ്മദ നദിയാണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക.
ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനോടൊപ്പം 1857 വിപ്ലവം നയിച്ചതാര്? ഓപ്ഷൻ ബി ജനറൽ ഭക്ത് ഖാനാണ് ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമനൊപ്പം 1857 വിപ്ലവം നയിച്ചത് ജനറൽ ഭക്ത് ഖാൻ. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത്? ഓപ്ഷൻ ഡി മനാസ് ദേശീയോദ്യാനമാണ്. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് മനാസ് ദേശീയോദ്യാനം. 40ാമത്തെ ക്വസ്റ്റ്യൻ. ടിബറ്റിൽ ബ്രഹ്മപുത്രയുടെ പേരെന്ത്? ഓപ്ഷൻ സി സാങ്പോ എന്നതാണ് ടിബറ്റിൽ ബ്രഹ്മപുത്രയുടെ പേരാണ് സാങ്പോ. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റാണിഘട്ട് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ് റാണിഘട്ട് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത്. 42ാമത്തെ ക്വസ്റ്റ്യൻ. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി ഏത്? ഓപ്ഷൻ ബി മുല്ലയാറാണ് പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദിയാണ് മുല്ലയാർ. 43ാമത്തെ ക്വസ്റ്റ്യൻ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി IIT ബോംബെ വികസിപ്പിച്ചെടുത്ത മൈക്രോ പ്രോസസ്സർ ഏത്? ഓപ്ഷൻ സി അജിറ്റ് ആണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി IIT ബോംബെ വികസിപ്പിച്ചെടുത്ത മൈക്രോ പ്രോസസ്സറാണ് അജിറ്റ്. 44ാമത്തെ ക്വസ്റ്റ്യൻ. ശരീരത്തിലെ ഒരേ ഒരു ന്യൂറോക്രൈൻ ഗ്രന്ഥി ഏത്? ഓപ്ഷൻ എ ഹൈപ്പോതലാമസ് ആണ് ശരീരത്തിലെ ഒരേ ഒരു ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസ്. 45ാമത്തെ ക്വസ്റ്റ്യൻ. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തി ആരായിരുന്നു? ഓപ്ഷൻ എ ഫ്രഞ്ചുകാരായിരുന്നു. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു ഫ്രഞ്ചുകാർ. ആദ്യത്തേത് പോർച്ചുഗീസുകാർ. 46ാമത്തെ ക്വസ്റ്റ്യൻ. മയൂരസിംഹാസനം, കോഹിനൂർ രത്നം എന്നിവ കൊള്ളയടിച്ചതാര്? ഓപ്ഷൻ എ നാദിർ ആയിരുന്നു. മയൂരസിംഹാസനവും കോഹിനൂർ രത്നവും കൊള്ളയടിച്ചത് നാദിർ ഷാ. 47ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1665 ശിവജിയും ഔറംഗസേബും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടി ഏത്? ഓപ്ഷൻ ഡി പുരന്ദർ സന്ധിയാണ്. 1665 ശിവജിയും ഔറംഗസേബും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് പുരന്ദർ സന്ധി. 48ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആദ്യത്തെ സ്വതന്ത്ര വ്യാപാര തുറമുഖം ഏത്? ഓപ്ഷൻ സി ദീൻദയാൽ തുറമുഖമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര വ്യാപാര തുറമുഖമാണ് ദീൻദയാൽ തുറമുഖം, അല്ലെങ്കിൽ കാണ്ട്ല തുറമുഖം പഴയ പേര്. 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അമൃതസർ നഗരം സ്ഥാപിക്കുന്നതിനായി സ്ഥലം വിട്ടു നൽകിയ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ഓപ്ഷൻ ബി അക്ബർ ആയിരുന്നു. അമൃതസർ നഗരം സ്ഥാപിക്കുന്നതിനായി സ്ഥലം വിട്ടു നൽകിയ മുഗൾ ചക്രവർത്തി അക്ബർ ചക്രവർത്തി. 50ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ സി വാസ്കോഡഗാമയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്നറിയപ്പെടുന്നത് വാസ്കോഡഗാമ. 51ാമത്തെ ക്വസ്റ്റ്യൻ. സ്വദേശി ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് ഏത്? ഓപ്ഷൻ ബി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സ്വദേശി ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. 52ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകൽ അനുഭവപ്പെടുന്ന ദിവസം ഏത്? ഓപ്ഷൻ ബി ജൂൺ 21 ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകൽ അനുഭവപ്പെടുന്ന ദിവസമാണ് ജൂൺ 21. 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സുനാമി എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നുള്ളതാണ്? ഓപ്ഷൻ ഡി ജാപ്പനീസ് ഭാഷയിൽ നിന്നുള്ളതാണ്. സുനാമി എന്ന വാക്ക് ജാപ്പനീസ് ഭാഷയിൽ നിന്നുള്ളതാണ്. 54ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏത് നഗരത്തിൻ്റെ പിൻകോഡാണ് അന്റാർട്ടിക്കയിലെ പോസ്റ്റ് ഓഫീസിൽ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി പനാജി നഗരത്തിൻ്റെ പിൻകോഡാണ് അന്റാർട്ടിക്കയിലെ പോസ്റ്റ് ഓഫീസിൽ ഉപയോഗിക്കുന്നത്. പനാജി നഗരത്തിൻ്റെ പിൻകോഡാണ്. 55ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി ഏത്? ഓപ്ഷൻ എ ദാവോസ് ആണ്. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദിയാണ് ദാവോസ്, സ്വിറ്റ്സർലൻഡ്. 56ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ സി
ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 57ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? ഓപ്ഷൻ സി മിസോസ്ഫിയർ ആണ്. ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് അനുഭവപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലമാണ് മിസോസ്ഫിയർ. 58ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗമേത്? ഓപ്ഷൻ എ വാൾട്ടൺ ഗർത്തമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് വാൾട്ടൺ ഗർത്തം. 59ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി താരം ആരായിരുന്നു? ഓപ്ഷൻ ബി സി കെ ലക്ഷ്മണൻ ആയിരുന്നു. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി താരമാണ് സി കെ ലക്ഷ്മണൻ. 60ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് വൺ. ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ച ഭരണാധികാരി ആര്? ഓപ്ഷൻ സി ഷേർഷാ സൂരിയാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് GT റോഡ് നിർമ്മിച്ച ഭരണാധികാരി ഷേർഷാ സൂരി. ഓക്കെ ഫ്രണ്ട്സ്.